ഇതുവരെ നടന്നില്ല, ഇതുവരെ വണ്ടി വന്നില്ല, കുട്ടി ഇതുവരെ ഉറങ്ങിയിട്ടില്ല, ഇതുവരെ എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെ ഇതുവരെ എന്ന് പറയാൻ എങ്ങനെയാണ് ഹിന്ദിയിൽ നിങ്ങളുമായി എങ്ങനെയാണ് ഹിന്ദിയിൽ സംസാരിക്കുക? നിങ്ങൾക്കറിയാമോ? ഹിന്ദി യൂനി എന്ന് പറയുന്ന അക്കാഡമി ഈ ഒരു ഭാഷയുടെ കൃത്യത പഠിപ്പിച്ചുകൊണ്ട് വളരെ വർഷങ്ങളായി നിങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും കോഴ്സിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോടൊപ്പമുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇതുവരെ, ഇതുവരെ എന്നതിന് അബി തക് എന്നാണ് പറയാം. അബി തക്, ഇതുവരെ വണ്ടി വന്നില്ല. അബി തക് ഗാഡി ആയാ നഹീ, അബി തക് ഗാഡി ആയാ നഹീ. ഇതുവരെ അവൻ പോയില്ല. അബി തക് വോ നഹീ ഗയാ, അബി തക് വോ നഹീ ചലാ ഗയാ, രണ്ടും പറയാം. ഓക്കെ, കുട്ടി ഇതുവരെ ഉറങ്ങിയില്ല, കുട്ടി ഇതുവരെ ഉറങ്ങിയില്ല. എങ്ങനെ പറയണം? അബി തക് ബച്ച നഹീ സോയാ ഹെ, അബി തക് ബച്ച നഹീ സോയ, ഇങ്ങനെ പറയാം. ഇതുവരെ എനിക്ക് ഓർമ്മയില്ല, അബി തക് മുझे യാദ് നഹീ ഹെ, അബി തക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ശൈലിയാണിത്. അബി തക്, ഇതുവരെ, ഇതുവരെ എനിക്ക് ഓർമ്മയില്ല. അബി തക് മുझे യാദ് നഹീ ഹെ, ഇങ്ങനെ പറയാം. അബി തക്. ഈ തക്ക് എന്ന് പറയുന്നത് വരെയാണ്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏതുവരെയാണ്? കബ് തക്, കബ് തക് എന്ന് പറയാം. എത്ര വരെയാണ്? കിത്ന തക്, കിത്ന ബജെ തക്, എത്ര സമയം വരെയാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കാം. എത്ര മണി, അതായത് 2 മണി വരെയാണോ? 2 ബജെ തക്, ഷാം തക്, കൽ തക് എന്നിങ്ങനെ പറയും. ഏതൊരു വസ്തുവിനോടും തക്ക് കൂട്ടിയാൽ വരെ എന്നർത്ഥം വരും. ടു എന്ന് പറയും. ഉദാഹരണം പറഞ്ഞാൽ പിന്നെ സുബാസെ രാത് തക്, സുബാസെ രാത് തക്, ഫ്രം ടു, ഫ്രം ടു, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് തക്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞു? ഞാൻ ഇതുവരെ, അതേപോലത്തെ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഞാൻ ഇതുവരെ നാസ്ത കഴിച്ചില്ല. മേ അബി തക് നാസ്ത നഹീ കിയ, അബി തക് നാസ്ത നഹീ കിയ, ഇതുവരെ നാസ്ത കഴിച്ചില്ല. അബി തക് ഗാഡി ആയാ നഹീ ഹെ, അബി തക് ഗാഡി ആയാ നഹീ ഹെ, അബി. അപ്പോൾ ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ ഈ പറയുന്നതൊക്കെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാസ്റ്റ് ടെൻസിന് ചില ഉപയോഗത്തിൽ നല്ല ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. എന്തിനെ ചെയ്തു എന്ന് പറയുന്ന, നമ്മളിപ്പോൾ അതിൻ്റെ ഒരു നിയമം പറഞ്ഞാൽ സകർമ്മകം എന്ന് പറയും. അതായത് മലയാളത്തിലും അങ്ങനെ സകർമ്മകം എന്ന് പറയും. അതായത് എന്തിനെ ചെയ്തു എന്നതാണ് അവിടെ വരുന്നതെങ്കിൽ അവിടെ എന്താക്കും? അബി തക് മേനെ ദേഖാ നഹീ, അപ്പം നേ എന്ന് ചേർക്കാം. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? അബി തക്, അബി തക് ആപ് യെ സുൻ രേ, അബി തക് ആപ് യെ സുൻ രേ, ഇതുവരെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ല. ആപ്കാ ധന്യവാദ്, ബഹുത് ശുക്രിയ.